നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ രൂക്ഷമായി തുടരുന്ന യുദ്ധം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നിവർ ഉൾപ്പെട്ട സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിലെ അടുക്കളകളിലേക്കും ഹോട്ടൽ വ്യവസായത്തിലേക്കും വ്യക്തമായി അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക വ്യാപാരപാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണയും വാതകങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് പ്രധാനമായും ഈ കടൽപാത വഴിയാണ്. ഇപ്പോൾ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് ഇവിടെ കപ്പൽ ഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും വലിയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ഇന്ത്യയിലെ പാചകവാതക വിതരണത്തിലും പ്രകടമായി തുടങ്ങിയത്. ഇന്ത്യയുടെ LPG വിതരണത്തിന്റെ വലിയൊരു വിഹിതം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. യുദ്ധം മൂലം കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയും ചരക്ക് നീക്കത്തിൽ വൈകല്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തതോടെ ആഭ്യന്തര വിതരണത്തിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. വീടുകളിലെ പാചകവാതക ലഭ്യത ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. അതിനായി വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് 25 ദിവസത്തെ ഇടവേളയും നിർബന്ധമാക്കിയിട്ടുണ്ട്. അനാവശ്യമായി സിലിണ്ടറുകൾ സംഭരിക്കരുതെന്നും പരിഭ്രാന്തരായി ഗ്യാസ് ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഈ സാഹചര്യത്തിൽ വീടുകളിലും ഹോട്ടലുകളിലും ഗ്യാസ് ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള സ്മാർട്ട് മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായുണ്ട്. പാചക രീതികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും ഗ്യാസ് ഉപയോഗം ഗണ്യമായി കുറയ്ക്കുവാൻ സാധിക്കും. പരിപ്പ്, ധാന്യങ്ങൾ തുടങ്ങിയവ പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് ഇന്ധന ഉപയോഗം കുറയ്ക്കുവാൻ സഹായിക്കും. പാചകം ചെയ്യുമ്പോൾ പാത്രങ്ങൾ മൂടിവെക്കുന്നത് ചൂട് നഷ്ടപ്പെടാതെ ഭക്ഷണം വേഗത്തിൽ പാകം ചെയ്യുവാൻ സഹായിക്കും. അതുപോലെ ചെറിയ ബർണറുകൾക്ക് പകരം ആവശ്യമായ വലുപ്പത്തിലുള്ള ബർണറുകൾ മാത്രം ഉപയോഗിക്കുന്നതും ഗ്യാസ് ലാഭിക്കുവാനുള്ള ഒരു എളുപ്പമാർഗം. പാചകത്തിന് മുമ്പായി ആവശ്യമായ എല്ലാ ചേരുവകളും തയ്യാറാക്കി വെച്ച ശേഷം പാചകം തുടങ്ങുന്നത് ഗ്യാസ് വെറുതെ കത്തിത്തീരുന്നത് ഒഴിവാക്കും. ഇതോടൊപ്പം തന്നെ ബദൽ മാർഗങ്ങളും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടതായുണ്ട്. വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇൻഡക്ഷൻ കുക്കറുകൾ, എയർ ഫ്രയറുകൾ, മൈക്രോവേവ് ഓവനുകൾ തുടങ്ങി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് ഉപഭോഗം കുറയ്ക്കുവാൻ സഹായിക്കും. ചില നഗരങ്ങളിൽ ലഭ്യമായ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സൗകര്യമുള്ളവർക്ക് വിതരണം കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. പാചകം കുറയ്ക്കുന്നതിനുള്ള ഭക്ഷണ രീതികളും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. മുളപ്പിച്ച ധാന്യങ്ങൾ, സാലഡുകൾ, തൈര് ചേർത്ത വിഭവങ്ങൾ, അവൽ പോലുള്ള ലളിത വിഭവങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗ്യാസ് ഉപയോഗം കുറയ്ക്കുവാൻ സഹായിക്കും.